നമഃശിവായ. കൊട്ടാരക്കര പടിഞ്ഞാറ്റിങ്കര മഹാദേവക്ഷേത്രത്തിൽ ഉത്സവത്തോടനുബന്ധിച്ചുള്ള പൂജാതി കർമ്മങ്ങളും അന്നദാനവും എല്ലാം വളരെ ഭംഗിയായിട്ട് നടന്നു വരുന്നു. ഈ വർഷത്തെ ഞാൻ മുൻപ് പറഞ്ഞിരുന്ന പോലെ ഈ വർഷത്തെ ഉത്സവത്തിൻ്റെ ഏറ്റവും വലിയ വിശേഷം ഇന്നത്തെ ദിവസം വിഷു. ലോകമൊത്തം ആചരിക്കുന്ന ഈ വിഷു മഹോത്സവം കൊട്ടാരക്കര പടിഞ്ഞാറ്റിങ്കര ക്ഷേത്രത്തിൽ ഉത്സവത്തോടനുബന്ധിച്ച് വന്നു ചേർന്നതിൽ നാട്ടുകാരും ഉപദേശക സമിതി ദേവസ്വം ബോർഡും എല്ലാം വളരെ സന്തോഷത്തിലാണ്. വെളുപ്പിന് 4 മണി മുതൽ ദർശനത്തിന് വേണ്ടി ഭക്തജനങ്ങളുടെ വളരെ നീണ്ട നിര കാണാമായിരുന്നു. വെളുപ്പിന് അഷ്ടാഭിഷേകവും അതിനുശേഷം അതിൻ്റെ പ്രസാദ വിതരണം, അതിനുശേഷം മഹാമൃത്യുഞ്ജയോമം, അതിനുശേഷം പ്രഭാത ഭക്ഷണം. ആയിരക്കണക്കിന് ആൾക്കാർ പ്രഭാത ഭക്ഷണം കഴിഞ്ഞു. അത് തീർന്ന ഉടനെ 10 മണിക്കോടുകൂടി തന്നെ മഹാ അന്നദാനം. കഴിഞ്ഞ 7 ദിവസമായി ക്ഷേത്രത്തിൽ നടന്നു വരുന്ന അന്നദാനം അത് മഹാ അന്നദാനം എന്ന് തന്നെ എടുത്തു പറയേണ്ടിയിരിക്കുന്നു. അത് 10 മണിക്ക് തന്നെ തുടങ്ങി. ഇനി എത്ര മണിക്ക് തീരുമെന്നോ ഒരു പ്രവചിക്കാൻ പറ്റാത്ത ഒരു സാഹചര്യമാണ് ഇവിടെ നിലനിൽക്കുന്നത്. എല്ലാവരും ഈ നാട് ഒന്നടങ്കം ഈ ക്ഷേത്രത്തിലെ ഉത്സവത്തോടനുബന്ധിച്ച് എല്ലാത്തിലും പങ്കെടുത്ത് വളരെ സന്തോഷപൂർവ്വം കൊണ്ടാടുന്നു. നാളെ രാവിലെ 9 മണിക്ക് കൊടിയിറക്കും, ആറാട്ടും മറ്റ് വൈകിട്ട് ഘോഷയാത്രയും എല്ലാം കൂടി ഈ 1199 ആണ്ടത്തെ കൊട്ടാരക്കര പടിഞ്ഞാറ്റിങ്കര ക്ഷേത്രത്തിലെ മഹോത്സവം നാളെ അവസാനിക്കുകയാണ്. കൊട്ടാരക്കര പടിഞ്ഞാറ്റിങ്കര മഹാക്ഷേത്രത്തിലെ ഉത്രട്ടാതി മഹോത്സവം അതിഭംഗിയായ രീതിയിലൂടെ പുരോഗമിക്കുകയാണ്. 6ാമത്തെ ദിനമാണിന്ന്. ഈ 5 ദിവസവും വളരെ ഭംഗിയായി പൂജാതി കർമ്മങ്ങളും അന്നദാനവും എല്ലാം വളരെ ഭംഗിയായി മുന്നോട്ട് തന്നെ നടക്കുകയാണ്. ഇതിന് നേതൃത്വം നൽകുന്ന ഞങ്ങളുടെ പ്രിയപ്പെട്ട പ്രസിഡന്റ് ശ്രീ വിനായക അജിത് കുമാർ അണ്ണനും അദ്ദേഹത്തിൻ്റെ കുടുംബാംഗങ്ങൾക്കും എത്ര നന്ദി പറഞ്ഞാലും നമുക്ക് മതിയാകില്ല. ക്ഷേത്രത്തിലെ 3 നേരം അന്നദാനം അത് തന്നെ ഒരു വലിയ സംരംഭമാണ്. ഈ ക്ഷേത്രത്തിലെ സ്വർണ്ണക്കൊടിമരത്തിൻ്റെ നിർമ്മാണ പ്രവർത്തനങ്ങൾ വളരെ അധികം പുരോഗമിക്കുകയാണ്. അതിൻ്റെ ബാക്കി പ്രവർത്തനങ്ങൾക്കായി എല്ലാ നല്ലവരായ നാട്ടുകാരുടെയും നിസ്സീമമായ സഹകരണങ്ങൾ വേണമെന്ന് ഞങ്ങൾ അങ്ങേയറ്റം അപേക്ഷിക്കുകയാണ്. എല്ലാവരുടെയും എല്ലാ സഹായ സഹകരണവും ഉണ്ടാകട്ടെ എന്നും ഞങ്ങളുടെ ക്ഷേത്ര കമ്മിറ്റി ഉപദേശക സമിതി അംഗങ്ങളായ ശ്രീ രാജേഷ് ബാബു, ശ്രീ സുനിൽ, അതോടൊപ്പം തന്നെ ഞങ്ങളുടെ പ്രിയപ്പെട്ട കണ്ണൻ ചേട്ടൻ, ശ്രീ സുരേഷ്, മറ്റേ നെടുവത്തൂർ സുരേഷ്, എല്ലാവരും ഇതിനകത്ത് ഇതിനോടൊപ്പം നിന്ന് മനസ്സറിഞ്ഞ് അങ്ങേയറ്റം പ്രവർത്തനത്തിൽ പങ്കാളികളാവുന്നു എന്നുള്ളത് അങ്ങേയറ്റം വളരെയധികം സന്തോഷകരമായൊരു കാര്യമാണ്. എല്ലാവിധമായ അനുഗ്രഹങ്ങളും എല്ലാ ആശീർവാദങ്ങളും എല്ലാവർക്കും കിട്ടട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് മഹാദേവൻ്റെ നാമത്തിൽ ഓം നമഃശിവായ. കൊട്ടാരക്കര പടിഞ്ഞാറ്റിങ്കര മഹാദേവ ക്ഷേത്രത്തിലെ ഉത്രട്ടാതി മഹോത്സവത്തിൻ്റെ ഭാഗമായി ഇന്ന് 6ാം ഉത്സവമാണ്. ഇവിടെ അന്നദാനം തുടങ്ങാനായി പോവുകയാണ്. ഇത്ര ദിവസങ്ങളിലും ഉത്സവബലിയും മറ്റ് കർമ്മങ്ങളും എല്ലാം ഉത്സവ സംബന്ധമായ കർമ്മങ്ങളെല്ലാം വളരെ നല്ല രീതിയിൽ നടന്നു. ദൈവാനുഗ്രഹം കൊണ്ട് എല്ലാം നല്ല രീതിയിൽ നടന്നു. എല്ലാവരുടെ സഹകരണം ഉണ്ടായിരുന്നു. ഇനിയും ബാക്കി ദിവസങ്ങളും കൂടെ ഇതുപോലെ നന്നായിട്ട് പോകട്ടെ എന്ന് ഭഗവാന്റെ നാമത്തിൽ ആഗ്രഹിക്കുന്നു. ഭഗവാൻ അതിനുള്ള എല്ലാ അനുഗ്രഹം തരട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. ഇവിടുത്തെ പൂജകൾ 3 ദിവസത്തെ ഉത്സവബലി, അങ്ങനെ ഏറ്റവും മറ്റുള്ള ക്ഷേത്രങ്ങളിൽ നിന്നെല്ലാം വ്യത്യസ്തമായി 3 ദിവസത്തെ ഉത്സവബലി എന്നുള്ള ഒരു പ്രത്യേകത കൂടി ഈ ക്ഷേത്രത്തിലുണ്ട്. അത് 3 ദിവസത്തെ ഉത്സവബലി എന്ന് പറയുന്നത് മഹാക്ഷേത്രങ്ങളിലാണ് അത് നടത്തപ്പെടുന്നത്. അതുപോലെ തന്നെ ഇവിടുത്തെ പൂജാതി കാര്യങ്ങൾ, പൂജാതി കർമ്മങ്ങൾ, പ്രദോഷം, തിരുവാതിര എന്നിവയെല്ലാം വളരെ വളരെ മഹത്തരമായി ആഘോഷിക്കപ്പെടുകയാണ്. അതിനോടനുബന്ധിച്ച് തന്നെയാണ് ഉത്സവത്തിൻ്റെ പ്രത്യേകത എന്ന് പറയുന്നത്. ഇപ്പോൾ ഇവിടെ സ്വർണ്ണക്കൊടിമരത്തിൻ്റെ പ്രതിഷ്ഠാകർമ്മങ്ങളോടനുബന്ധിച്ചുള്ള കാര്യങ്ങൾ ഈ വരുന്ന ജൂൺ ജൂലൈ മാസത്തിൽ നടക്കുന്നതിന് വേണ്ടിയുള്ള ഒരു വലിയ പരിശ്രമമാണ്. സ്വർണ്ണക്കൊടിമരമാണ് ഈ ദേശക്കാർക്ക്, ഈ കൊട്ടാരക്കര, കൊല്ലം, തിരുവനന്തപുരം തെക്കൻ മേഖലയിലുള്ളവർക്കെല്ലാം ഒരു പ്രത്യേക അനുഭൂതി സൃഷ്ടിക്കുന്ന തരത്തിലുള്ള ഒരു ചടങ്ങാണ് ഇവിടെ നടക്കാൻ പോകുന്നത്. അതിന് മുന്നോടിയായതുകൊണ്ടാണ് ഈ വർഷം ഇങ്ങനെ മഹാസദ്യ എന്ന് പറയുമ്പോൾ ഒരിക്കലും ഒരിടത്തും നമുക്ക് ഇന്നത്തെ ഈ സാഹചര്യത്തിൽ ഇത് ചെയ്യുവാൻ വളരെ പാടാണ്. കാരണം രാവിലെ ഈ ക്ഷേത്രത്തിൽ വരുന്ന 5 മണിക്ക് നിർമ്മാല്യ ദർശനത്തിന് വരുന്ന ആളുകൾ, 100 കണക്കിന് ആളുകൾ, അവർക്കെല്ലാം രാവിലെ വിഭവസമൃദ്ധമായ രീതിയിലുള്ള കാപ്പി, അവർക്ക് ഇലയിട്ട് വിളമ്പുന്നതിന് പ്രത്യേകം സംവിധാനം. ഈ സംവിധാനത്തിൽ രാവിലെ കാപ്പി, അതുപോലെ തന്നെ വിഭവസമൃദ്ധമായ സദ്യ, 2 കൂട്ടം പായസം ഉൾപ്പെടെ ഇലയിട്ട് അതിന് വിളമ്പുന്നതിന് പ്രത്യേകം
വനിതകളുടെ ഒരു 50-ൽ പരം വനിതകളുടെ ഒരു വിളമ്പുന്ന അതിനുള്ള ക്രമീകരണങ്ങൾ, ഇവിടുത്തെ ഈ ഉപദേശ സമിതിയുടെ പ്രസിഡന്റ് എന്ന് പറയുന്ന ശ്രീ വിനായക അജിത് കുമാറിൻ്റെ ഒരു ചൈതന്യം ഈ ക്ഷേത്രത്തിൽ വരുന്ന ഓരോരുത്തർക്കും അത് അനുഭവപ്പെടാറുണ്ട്. അതിൻ്റെ എല്ലാം ഒരു പങ്കാളിത്തമാണ് ഇവിടെ കാണുന്ന ഒരു ജനസമുദ്രം എന്ന് തന്നെ നമുക്ക് വിശേഷിപ്പിക്കാൻ കഴിയും. വരുന്ന ഒരാൾക്ക് പോലും ഭക്ഷണം കഴിക്കാതെ ഒരാൾ പോലും പോകരുത് എന്നുള്ള അദ്ദേഹത്തിൻ്റെ ദൃഢനിശ്ചയം. അതാണ് നമ്മൾ രാവിലെ പ്രഭാത ഭക്ഷണത്തിലും ഉച്ചയ്ക്ക് ഇവിടെ നടക്കുന്ന മഹാസദ്യയിലും വൈകിട്ട് നടക്കുന്ന കാപ്പി എന്നൊക്കെ പറയുമ്പോൾ അത് വിശാലമായ രീതിയിലാണ്, വിശിഷ്ടമായ രീതിയിലുള്ള ഭക്ഷണങ്ങളാണ് ഇവിടെ ക്രമീകരിച്ചിരിക്കുന്നത്. അതുതന്നെയാണ് ഇവിടുത്തെ ജനപങ്കാളിത്തം. കൊട്ടാരക്കര മഹാദേവക്ഷേത്രത്തിൽ 2 വർഷമായിട്ട് നമ്മൾ അന്നദാനം നടത്തുന്നുണ്ട്. ഇനിയും തുടർന്ന് നമുക്ക് ചെയ്യാനുള്ള മനസ്സിനുള്ള ആരോഗ്യവും അതിനുള്ള കഴിവും മഹാദേവൻ്റെ അനുഗ്രഹം കൊണ്ടുണ്ടാവട്ടെ എന്ന് മഹാദേവൻ്റെ നാമത്തിൽ സ്നേഹത്തിൻ്റെ ഭാഷയിൽ അഭ്യർത്ഥിക്കുന്നു. എൻ്റെ പേര് രേഷ്മ. എല്ലാ വർഷവും എല്ലാ വിഷുവിനുമാണ് ഇവിടെ അന്നദാനം കൊടുക്കാൻ സാധിക്കുന്നത്. അതിൽ വളരെ സന്തോഷമുണ്ട്. ഇതുപോലെ തന്നെ എല്ലാ വർഷവും കൊടുക്കാൻ സാധിക്കട്ടെ എന്ന് ദൈവത്തോട് നന്ദി പറഞ്ഞുകൊണ്ട് സ്നേഹവും നന്ദി അറിയിച്ചു കൊള്ളുന്നു. വിഷുവിനോടനുബന്ധിച്ച് ഇവിടെ ശിവക്ഷേത്രമാണെങ്കിലും ഇവിടെ ഉപദേവനായിട്ടൊരു കൃഷ്ണനുണ്ട്. കൃഷ്ണൻ അവിടെ ഇന്ന് രാവിലെ മുതൽ അഭിഷേകവും പൂജകളും പാൽപ്പായസ വിതരണവും ഉണ്ടായിരുന്നു. അവിടെയും നല്ല രീതിയിലുള്ള തിരക്ക് അനുഭവപ്പെട്ടുകൊണ്ടിരിക്കുകയാണ് ഇപ്പോഴും. കഴിഞ്ഞ കൊല്ലം ഞങ്ങൾ തന്നെയാണ് വിളമ്പിയത്. അതിൻ്റെ ഒരു അനുഭവം കൊണ്ട് ഈ പ്രാവശ്യം കുറച്ചും കൂടെ ഭംഗിയാക്കാൻ സാധിച്ചു. ഈ പ്രാവശ്യം കഴിഞ്ഞ പ്രാവശ്യം അതിനെക്കാട്ടിലും ഒരുപാട് ആളാണ്, കഴിഞ്ഞ വർഷത്തെക്കാട്ടിലും ഒരുപാട് ആളാണ് ഈ അന്നദാനത്തിന്. ആയിരക്കണക്കിന് ആൾക്കാരാണ് വന്ന് സദ്യ കഴിച്ച് പോകുന്നത്. ആ അന്നദാനം ഇത്രയും ഗംഭീരമാക്കാൻ കഴിയും ഞങ്ങൾ അഹോരാത്രം കഷ്ടപ്പെടുകയാണ്. കഷ്ടപ്പെട്ട് നമ്മൾ പാചകക്കാരും അറപ്പുര കാറ്ററിംഗുകാരാണ് പാചകം ചെയ്യുന്നത്. അവരും ഞങ്ങളും എല്ലാവരും കൂടെ ഒറ്റ മനസ്സോട് കൂടി നിന്ന് നാട്ടുകാരും ഇതിൻ്റെ കമ്മിറ്റിക്കാരും എല്ലാം ഞങ്ങൾ ഭയങ്കര സഹായമാണ് കമ്മിറ്റിക്കാർ ഞങ്ങൾക്ക് ചെയ്യുന്നത്. അടിപൊളി ഭക്ഷണമായിരുന്നു. ഞങ്ങൾ കൊടിയേറി അന്ന് തൊട്ട് ഭക്ഷണം കഴിക്കാൻ വരുന്നുണ്ട്. എല്ലാ ക്ഷേത്രത്തിലും മെച്ചപ്പെട്ട ഭക്ഷണമാണ് ഇവിടെ കൊടുത്തുകൊണ്ടിരിക്കുന്നത്. നല്ല ആഹാരം, നല്ല ഫുഡാണ്, നല്ല ആഹാരം, നല്ല സദ്യയായിരുന്നു. നല്ല ഫുഡായിരുന്നു. വിഷു സംബന്ധിച്ച് ഇത്രയും ഈ ഒരു സിറ്റി ഏരിയയിൽ നല്ല രീതിയിൽ എല്ലാ വിഭവങ്ങളും കൂട്ടി നല്ല രീതിയിൽ ഇത്രയും ഭക്തജനങ്ങൾ വന്ന് പങ്കെടുത്തൊരു പരിപാടി. എല്ലാം നല്ല സർവീസാണ്. എല്ലാം ഒരു ബുദ്ധിമുട്ടുമില്ല, ആർക്കും ഒരു ബുദ്ധിമുട്ടുമില്ല. പായസം എല്ലാ ഫുഡ് നല്ല ഫുഡാണ്. എല്ലാവർക്കും നല്ലത് വരട്ടെ. വളരെ സന്തോഷകരമായുള്ള ഒരു ദിവസമായ ഇന്ന് നല്ല രീതിയിൽ ഭക്ഷണം തയ്യാറാക്കി തന്ന ഈ ക്ഷേത്ര ഭാരവാഹികൾ, ഇത് നടത്തുന്ന വ്യക്തികൾക്കും എല്ലാം വളരെ സന്തോഷം അറിയിച്ചുകൊള്ളുന്നു. സൂപ്പറായിരുന്നു. ഫുഡ് വളരെ നല്ലതായിട്ട് പോകുന്നുണ്ട്. ഇന്നലെ വന്നിരുന്നു, നമ്മളിന്നും വന്നു കഴിച്ചു. നല്ല അനുഗ്രഹം ഉണ്ടായി.